ദുആ എന്ന് പറയുന്നത് നമുക്കായി അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള ഒരു മഹത്തായ സൗഭാഗ്യമാണ്. പൂർവ്വകാലത്തുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾക്കെല്ലാം ദുആർക്കണമെങ്കിൽ അവരുടെ നബിമാരെ സമീപിച്ച് ആ നബിമാരുടെ മുമ്പിലേക്കെത്തി അവരോട് ദുആർപ്പിക്കണമായിരുന്നു. സ്വന്തം ദുആർക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സംവിധാനമുണ്ടായിരുന്നില്ല. നിങ്ങൾ ദുആരക്കൂ, നേരിട്ട് എന്നോട് ദുആർക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പറയുന്ന ആ ഒരു സൗഭാഗ്യം അമ്പിയാക്കന്മാർ മുഖേനയുള്ള ദുആ എന്ന പൂർവ്വകാലങ്ങളിലൊക്കെ നിലനിന്നിരുന്ന അതേ ആചാരം സദാചാരമായി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊറ്റക്കും നമ്മുടെ കാര്യങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കാം, മന്ത്രം കൊണ്ടും പ്രാർത്ഥിക്കാം, വാക്കുകൊണ്ടും പ്രാർത്ഥിക്കാം, പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോരുത്തരും തൻ്റെ യജമാനരായ റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശം കൂടി നൽകപ്പെട്ട നമ്മുടെ ഉത്തമ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു മഹത്തായ സൗഭാഗ്യമാണ് ആ പ്രാർത്ഥനയോടൊപ്പം ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കൂട്ടിച്ചേർന്നുകൊണ്ട് ആമീന്ന് ചൊല്ലിക്കൊണ്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്ന മഹത്തായ രീതി. ഇത് നമ്മുടെ മുൻപ് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. മൂസ, ഹാറൂൻ അലൈഹിമസ്സലാം എന്ന ഈ രണ്ട് പ്രവാചകന്മാർക്കല്ലാതെ ഒരാൾ പ്രാർത്ഥിച്ചതിന് ആമീന്ന് ചൊല്ലിയാൽ ആ പ്രാർത്ഥിച്ചയാളുടെ പ്രാർത്ഥന പോലെ തന്നെ ഈ ആമീനെയും കൂട്ടുന്ന ഒരു മഹത്തായ സൗഭാഗ്യവും പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ച പോലെ തന്നെ ഈ ഉമ്മത്തിന് സവിശേഷമായി നൽകിയിട്ടുണ്ട്.